അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് എന്തിനെക്കുറിച്ചാണെന്ന് തമ്മിനെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതെ, നിലവാരം കുറഞ്ഞ ആൾക്കാരെക്കുറിച്ചുള്ള കുറച്ച് അവരുടെ ശീലങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം പണവും വിദ്യാഭ്യാസവും കൊണ്ടൊന്നും ഈ കാലത്ത് ഒരു കാര്യമില്ല അല്ലേ. പണവും വിദ്യാഭ്യാസവും മാത്രം പോരാ, നമ്മുടെ സ്വഭാവ രീതികളും കൂടെ നോക്കണം. അപ്പം വെറും നിലവാരമില്ലാത്ത ആൾക്കാരുടെ കുറച്ച് ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ മെയിനായിട്ടും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാറില്ല, റെസ്പോൺസിബിലിറ്റി. അവർക്കെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം നമ്മൾ അവരിലേക്ക് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ചിന്തയെന്ന് വെച്ചാൽ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കഷ്ടപ്പെടാൻ മെയിനായിട്ട് അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് കഷ്ടപ്പെടാൻ മെയിനായിട്ടും പറ്റത്തില്ല. അത് തന്നെയല്ല, നമ്മളൊരു കാര്യം അവരോട്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ അത് നേരെ ചൊവ്വേ അവരത് ചെയ്യത്തില്ല. അത് മറ്റുള്ളവർ അത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ തന്നെ വിമർശിക്കുമോ എന്നുള്ള ഭയമായിരിക്കും ഏറ്റവും കൂടുതലും ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ കണ്ടുവരുന്നത്. അപ്പോൾ അവർ മാക്സിമം ഉത്തരവാദിത്വം എന്ന് പറഞ്ഞൊരു സംഭവം അവർ മനസ്സാലെ ഏറ്റെടുക്കത്തില്ല. നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ അവരോട്ട് അത് ചെയ്യത്തതുമില്ല. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഉത്തരവാദിത്വം കാണില്ല അവർക്ക്. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെ എന്താ പറയുക, ഒരു ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജീവിതമായിരിക്കും, ജീവിത ശൈലിയായിരിക്കും ഇവർക്കുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്. ഉദാഹരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഒന്ന് വെയിറ്റ് കുറയ്ക്കണം. ഇത്ര നാൾ കൊണ്ട് ഇപ്പോൾ ഇത്ര വെയിറ്റ് നമുക്ക് കുറയ്ക്കണം എന്നൊക്കെ അങ്ങനെ പിന്നെ മക്കളെ പഠിപ്പിച്ച് അങ്ങനെ ഓരോ അച്ഛനായാലും അമ്മ എല്ലാ മനുഷ്യർക്കും ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്. നമുക്ക് ഈ ലക്ഷ്യങ്ങളില്ലാത്ത മനുഷ്യരില്ല. പക്ഷേ ഈ കൂട്ടക്കാർക്കുണ്ടല്ലോ ഓരോ ലക്ഷ്യങ്ങളും കാണത്തില്ല. എങ്ങനെയെങ്കിലും ജീവിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ച് പോകണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇന്ന ലക്ഷ്യങ്ങൾ എനിക്ക് വേണം അങ്ങനെയുള്ള ഒരു ചിന്തകൾ ഈ കൂട്ടുകാർക്ക് കാണത്തില്ല. അതുപോലെ തന്നെ നിലവാരം കുറഞ്ഞ മറ്റ് ആൾക്കാരുടെ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഒരു ബഹുമാനിക്കത്തില്ല. നമ്മളിപ്പം എന്താ പറയുക, ആരെങ്കിലും എന്തെങ്കിലും നമ്മളിപ്പോൾ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ പറയുന്നത് അത് അവർക്ക് അറിയാവോ ഇല്ലയോ എന്നൊന്നും നോക്കത്തില്ല. നമ്മൾ പറഞ്ഞ് തീരുന്നതിന് മുമ്പായിട്ട് അപ്പോഴേ അവരുടെ ഭാഗം അവിടെ പറഞ്ഞു കഴിഞ്ഞ്, പക്ഷേ അവർ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും അവർ ചിന്തിക്കത്തില്ല. നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരാളെന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധയോടെ കേട്ടിരിക്കും. അവർ സംസാരിച്ചതിന് ശേഷം നമുക്ക് പറയാനുള്ളത്, നമുക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളതും നമ്മളത് പറയുക. നമുക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ച് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ മൗനമായിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ഞാനെന്നല്ല, ഇനി എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള എന്താ പറയുക, നിലവാരം കുറഞ്ഞ ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതങ്ങനെയല്ല. അവർ പറയുന്നത് എന്തായാലും ആ വിഷയം അറിയാമെങ്കിലും ഇല്ലെങ്കിലും അതിന് മറുപടി കൊടുക്കുക. പക്ഷേ ആ കൊടുക്കുന്ന മറുപടി അങ്ങേ അറ്റത്തെ ആയിരിക്കുമെന്ന് മാത്രം. അപ്പം നിലവാരം കുറഞ്ഞ ആൾക്കാരുടെ ഒരു ലക്ഷണമാണ് അങ്ങനെ. അതുപോലെ തന്നെ മറ്റുള്ളവരൊരു പുച്ഛഭാവത്തിലായിരിക്കും ഇവർ കാണുന്നത്. ഞാനാണ് വലുത്, മറ്റുള്ളവരെല്ലാം എന്തോ കുറഞ്ഞ ആൾക്കാരാണ് എന്നുള്ള ഒരു രീതിയിലായിരിക്കും. ഞാൻ വലുത് എന്നുള്ളൊരു മനോഭാവമാണ് ഇവർക്ക് ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവരുടെ ഇമോഷൻസ് എന്താണ്, വികാരങ്ങൾ എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം കരച്ചിലായിക്കോട്ടെ, സങ്കടം, സന്തോഷം, എന്ത് തന്നെ ആയാലും ഇവർ തുറന്നത് നമ്മുടെ അടുത്ത് പറയാറില്ല. ഇവർക്ക് എന്തെങ്കിലും ഒരു മനസ്സിലൊരു ദേഷ്യമോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവർ മറ്റുള്ളവരെ ഷൗട്ട് ചെയ്ത് നിൽക്കുന്നതല്ലാതെ കണ്ട് അവരുടെ ഫീലിങ്സ് എന്താണെന്ന് പറയത്തില്ല. അങ്ങനെ പറഞ്ഞാലല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് അത് മനസ്സിലാവത്തുള്ളൂ. എന്നിട്ട് അവരുടെ ചിന്തയെന്ന് വെച്ചാൽ സമൂഹം എങ്ങനെ അത് കാണും, എന്നെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരു ചിന്തകൾ ഇങ്ങനെ കൂടി വന്നാണ് അവർ സംസാരിക്കുകയെടുക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ ഈ പെരുമാറ്റം കൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇവരെ അങ്ങ് വെറുത്തു പോകുന്നതാണ്. എന്നാൽ അതെന്താണെന്ന് അവർ തുറന്നു പറയുന്നത് അവരുടെ മനസ്സ് അവരെ അനുവദിക്കത്തില്ല. ഇതാണ് ഇവരുടെ പ്രധാന ഒരു കാരണം. പിന്നെ നമ്മൾ ഈ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ വരുന്ന സമയത്തുണ്ടല്ലോ, അതിന് പെട്ടെന്ന് നെഗറ്റീവ് കാണും ഈ കൂട്ടുകാർ. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പം നല്ല വിജയ ശതമാനത്തോടുകൂടി പിള്ളേർ പാസ്സായിന്നിരിക്കട്ടെ, നല്ല ഗുണം പാസ്സായി, നല്ല വിജയ ശതമാനമുണ്ട്. എന്തുവാ ആരണ്ടോ കോപ്പി അടിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് തെറ്റിപ്പോയതാണോ എന്താണെന്ന് ചൊവ്വിന് നോക്കണേ. മാർക്ക് ലിസ്റ്റൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു നമ്മൾ സന്തോഷത്തോടുള്ള ഒരു കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുമ്പം അവരതിനകത്തു നിന്ന് നെഗറ്റീവ് എന്താണെന്ന് ചിക്കിച്ചതഞ്ഞെടുത്തിട്ട് നമ്മൾക്ക് വിഷമമുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളാണ് പിന്നീട് നമ്മളോട് പറയുന്നത്. ആ രീതിയാണ് ഈ കൂട്ടുകാർക്ക് കൂടുതലുമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർ സത്യങ്ങളൊന്നും പറയില്ല, മാക്സിമം നുണകളായിരിക്കും പറയുന്നത്. കാരണം ഒന്നെങ്കിൽ പേരൻസിൻ്റെ തലയിലായിരിക്കും, അതിനെ പേരൻസ് നന്നായിട്ട് നോക്കിയില്ല, വളർത്തിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. അല്ലെങ്കിൽ എന്താ പറയുക, നല്ലൊരു ബന്ധം പോലും നിലനിർത്താനുള്ള ഒരു കഴിവ് ഈ കൂട്ടർക്കില്ല. സത്യം പറഞ്ഞാൽ എല്ലാ ബന്ധം നിലനിന്ന് പോത്തോളും. എപ്പോഴും മറ്റുള്ളവരെ ദൂഷിച്ചും മറ്റുള്ളവരെക്കുറിച്ച് കുശുമ്പും കുനഴിമയും പറഞ്ഞ് നെഗറ്റീവും കണ്ട് പിന്നെ ഒരു വല്ലാത്ത ഒരു ജീവിതവും ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്ത അങ്ങനെ വല്ലാത്തൊരു ജീവിതം ജീവിക്കുന്ന ആൾക്കാരായിരിക്കും മാക്സിമം ഈ കൂട്ടരും.
അപ്പം ഇവർ പിന്നെ അച്ഛനെയും അമ്മയും എന്നാൽ അച്ഛനെയും അമ്മയും കുറ്റം പറഞ്ഞ് മാക്സിമം ഇരിക്കുന്ന ആൾക്കാർ അവർ ആ ഒരു സ്റ്റേജിൽ എത്തിയ മക്കളെ ഏത് ലെവലിൽ നോക്കണ്ടേന്നൊന്നും അവർക്ക് അങ്ങനെ ഒരു എന്താ ഒരു ഉത്തരവാദിത്വം ഒന്നും അവർക്കില്ല. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വെറും നിലവാരം കുറഞ്ഞ ആൾക്കാരുടെ ലക്ഷണങ്ങളാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഏതെങ്കിലുമൊക്കെ ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ എടുത്തിരുന്നത് കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ. ഈ സ്വഭാവവും ഈ രീതികളും കാണിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ. അപ്പം പേരൊന്നും എടുത്തൊന്നും പറയേണ്ട കാര്യമില്ല, നമ്മുടെ എല്ലാവരുടെ ഇടയിൽ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയുള്ളവർ ജീവിതത്തിൽ ഒരിക്കലും മുന്നേറത്തില്ല കേട്ടോ. എപ്പോഴും അവർ താന്ന് പോയിക്കൊണ്ടേ ഇരിക്കത്തതേ ഉള്ളൂ. പക്ഷേ ഇവർ കൂട്ടത്തിൽ കൂടുതൽ നമ്മളെ കൂടെ പിടിച്ചു താക്കാനായിട്ടേ ഇവർ നോക്കത്തുള്ളൂ. കാരണം ഇവരുടെ മൈൻഡ് നമ്മളിലേക്ക് ഇവരെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ നിന്നും കൂടുതലും അകന്നു മാറുകയാണ് നല്ലത്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോസ് ഇടുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.